بسم الله الرحمن الرحيم وإن كادوا ليفتنونك عن الذي أوحينا إليك لتفتري علينا غيره وإذا لاتخذوك خليلا ولولا أن ثبتناك لقد كدت تركن إليهم شيئا قليلا إذا لأذقناك ضعف الحياة. السلام عليكم ورحمة الله. الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ആദരണീയനായ അധ്യക്ഷൻ മൈൻകുട്ടി സുല്ലമി അവർകളെ, അഭിവന്യനായ ഉദ്ഘാടകൻ അഭിവന്യ ഗുരുനാഥൻ അബ്ദുറഹ്മാൻ സലഫി അവർകളെ, ഈ വാക്കുകൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സ്നേഹസമ്പന്നരായ സുഹൃത്തുക്കളെ, നാട്ടുകാരെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ അവന്റെ അരികിൽ സ്വീകാര്യമായ ആശയാദർശങ്ങളെക്കുറിച്ച് ആശയക്കുഴപ്പമില്ലാതെ തിരിച്ചറിയണം എന്ന താൽപര്യത്തോടെയാണ്, ആത്മാർത്ഥതയോടെയും ഗുണകാംക്ഷയോടെയും നടത്തപ്പെടുന്ന ഇത്തരം പരിപാടികളിൽ നാം ഓരോരുത്തരും സംബന്ധിക്കുന്നത്. നമ്മുടെ നിയ്യത്തനുസരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മുജാഹിദ് പ്രസ്ഥാനം, അതിന്റെ കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിന്റെ ചരിത്രം ഇന്ന് കേരളക്കരയിൽ ഇസ്ലാമിക ആദർശങ്ങളെക്കുറിച്ച് മുസ്ലിങ്ങളും അല്ലാത്തവരും കൃത്യമായി മനസ്സിലാക്കാൻ അവസരമുണ്ടായി എന്ന കാര്യങ്ങളെ സംബന്ധിച്ച് വിലയിരുത്തുമ്പോൾ നമുക്ക് ബോധ്യമാകുന്ന കാര്യമാണ്. ഏറെ ആമുഖങ്ങളൊന്നുമില്ലാതെ ഇത്തരമൊരു പരിപാടി സംഘടിപ്പിക്കപ്പെടാൻ കാരണമായതിനെക്കുറിച്ചുള്ള പൂർണ്ണ ബോധ്യത്തോടെ ഇരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുടെ മുന്നിൽ സമയത്തിന്റെ പരിമിതി തികച്ചും ഉൾക്കൊണ്ടുകൊണ്ട് ചുരുങ്ങിയ ചില കാര്യങ്ങൾ മാത്രം ശ്രദ്ധയിൽപ്പെടുത്തണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഈ പ്രപഞ്ചലോകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നതും അല്ലാത്തതുമായ അനേക സൃഷ്ടിജാലങ്ങളെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ട്. അതിൽ മനുഷ്യനും ജിന്നുകൾക്കും അള്ളാഹു പ്രത്യേകമായ ദൗത്യവും നിശ്ചയിച്ചു. സാക്ഷാൽ ആരാധ്യനായ അള്ളാഹുവെ തിരിച്ചറിയുകയും അവൻ പ്രവാചകന്മാരിലൂടെ വേദഗ്രന്ഥങ്ങളിലൂടെ പഠിപ്പിച്ച ആശയാദർശങ്ങൾക്കനുസരിച്ച് ജീവിതം നയിക്കുകയും ചെയ്യുക. എങ്കിൽ സ്വർഗലോകമുണ്ട്. റബ്ബ് ആരാണ് എന്ന് അറിയേണ്ട പ്രകാരം അറിയാതിരിക്കുകയും റബ്ബിന്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായി തങ്ങളുടെ തന്നിഷ്ടപ്രകാരം ജീവിതം നയിക്കുകയും ചെയ്താൽ ഒരിക്കലും തടുക്കാൻ കഴിയാത്ത നരകാഗ്നിയിലേക്ക് വലിച്ചെറിയപ്പെടും. നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക, സ്വർഗത്തിൽ പ്രവേശിക്കാൻ സന്ദർഭമുണ്ടാവുക എന്നതാണ് നമുക്ക് ഏറ്റവും സുപ്രധാനമായ ബാധ്യത. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്നിനെയും ഇൻസിനെയും എന്നെ മാത്രം ആരാധിക്കണം എന്നതിനു വേണ്ടിയല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല എന്ന് വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമാക്കി. റബ്ബിന് ഭക്ഷണം കൊടുക്കേണ്ട, നൈവേദ്യങ്ങൾ സമർപ്പിക്കേണ്ട ചുമതലയല്ല നമുക്കുള്ളത്. എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങൾ ഈ പ്രപഞ്ചത്തിൽ ഒരുക്കിയവൻ പ്രാണവായു നൽകുകയും പിടിക്കാൻ കൈകളും നടക്കാൻ കാലുകളും അതേപോലെ തന്നെ നമുക്ക് ബുദ്ധിയും നമ്മെ സ്നേഹിക്കുന്ന കുടുംബവും
ചുറ്റുപാടുമുള്ള ജീവിത സാഹചര്യങ്ങളും എല്ലാം സജ്ജമാക്കിയ തമ്പുരാനെ ദൃഷ്ടാന്തങ്ങളിലൂടെ തിരിച്ചറിഞ്ഞ് ബലില്ലാഹ ഫഅബ്ദു വകും മിനശ് ശാകിരീൻ, അതിനാൽ അല്ലാഹുവെ മാത്രം ആരാധിക്കുക, നിങ്ങൾ നന്ദി കാണിക്കുന്നവരിൽ ഉൾപ്പെടുക. ആരാധനയുടെ മർമ്മം അത് പ്രാർത്ഥനയാണ്. അദ്ദുആഉ വൽ ഇബാദ, പ്രാർത്ഥന അത് തന്നെയാണ് ആരാധന. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രഖ്യാപിക്കാൻ വിശുദ്ധ ഖുർആൻ പറയുന്നു, ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദ, ഞാൻ എന്റെ റബ്ബിനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കൂ, ഒരിക്കലും ഞാൻ അവനെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ പങ്കു ചേർക്കുകയില്ല, ശിർക്ക് ചെയ്യുകയില്ല. അതേപോലെ തന്നെ വഅന്നൽ മസാജിദ ലില്ലാ ഫലാ തദ്ഉ മഅല്ലാഹി അഹദ, സുജൂദിന്റെ കേന്ദ്രങ്ങൾ, പള്ളികൾ അല്ലാഹുവിനുള്ളതാണ്, അവനോടൊന്നിച്ച് മറ്റാരെയും നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കരുത്. ഈ രണ്ടു വചനങ്ങളും 72-ാമത്തെ അധ്യായമായ സൂറത്തുൽ ജിന്നിലുള്ളതാണ്. അതോടൊപ്പം തന്നെ വിശുദ്ധ ഖുർആൻ അനേക സന്ദർഭങ്ങളിൽ വ്യക്തമാക്കി, ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആഅക്കും വലൗ സമീഉ മസ്തജാബു ലക്കും വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും. ഞാൻ വിശദീകരിക്കേണ്ടതില്ലാത്ത കാര്യം, നിങ്ങൾ അല്ലാഹുവോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നത് പോലെ നമുക്ക് നമ്മുടെ പ്രാർത്ഥന കേൾക്കുമെന്നും ഉത്തരം ചെയ്യുമെന്നും റബ്ബിന്റെ ദൗത്യം നിർവഹിക്കുമെന്നുമുള്ള ധാരണയോടുകൂടി അഭൗതികമായി സഹായം പ്രതീക്ഷിച്ചുകൊണ്ട് സൃഷ്ടികളെ വിളിച്ചു തേടിയാൽ അവർ നിങ്ങളുടെ വിളി കേൾക്കുന്നില്ല, ആ വിളിക്ക് അവർ ഉത്തരം നൽകുന്നില്ല. മാത്രവുമല്ല, നിങ്ങളുടെ വിളിയാകുന്ന ആരാധനയെ, ശിർക്കിനെ അന്തിമ നാളിൽ അവർ നിഷേധിക്കുകയും ചെയ്യുമെന്ന് വിശുദ്ധ ഖുർആൻ അൽ ഫാത്തിർ സൂറയിലെ 14-ാമത്തെ വചനത്തിലൂടെ വ്യക്തമാക്കി. വമൻ അദല്ലു മിമ്മൻ യദഉ മിൻ ദൂനില്ലാഹി മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ. അന്തിമ നാൾ വരെ ഉത്തരം നൽകാത്തവരെ, വിളിച്ചു പ്രാർത്ഥിക്കുന്നവരെക്കാൾ ഏറ്റവും വഴിപിഴച്ചവർ ആരുണ്ട്? അവർ നിങ്ങളുടെ പ്രാർത്ഥനയെ തൊട്ട് അശ്രദ്ധരാണ് എന്ന് അൽ അഹ്ഖാഫ് സൂറയിൽ 5-ാമത്തെ വചനത്തിൽ വ്യക്തമാക്കി. ഇങ്ങനെ അല്ലാഹുവിന് മാത്രം സമർപ്പിക്കേണ്ട പ്രാർത്ഥനയെ സംബന്ധിച്ച്, അഭൗതിക മാർഗത്തിലൂടെയുള്ള സഹായം തേട്ടത്തെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ ഖണ്ഡിതമായി പഠിപ്പിക്കുകയും അത് റബ്ബല്ലാത്തവർക്ക് സൃഷ്ടികളിലേക്ക് വഴിമാറിപ്പോകരുത് എന്ന് താക്കീതോടുകൂടി പഠിപ്പിക്കുകയും ചെയ്തു. യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹി ഇന്ന ശിർക ലദുൽമുൻ അദീം. അങ്ങനെയുള്ള പ്രാർത്ഥന സൃഷ്ടികൾക്ക് അർപ്പിക്കുന്നതുൾപ്പെടെ നേർച്ച വഴിപാടുകളും അതേപോലെ തന്നെ പ്രാർത്ഥനകളും ആരാധനയുടെ വകുപ്പിൽ ഉൾപ്പെടുന്ന മുഴുവൻ സംഗതികളും അത് ഏത് വിധേന സൃഷ്ടികൾക്ക് അർപ്പിച്ചാലും അത് ഗുരുതരമായ പാതകമാണ്, ഏറ്റവും വലിയ അനീതിയാണ്, ഒരിക്കലും പൊറുക്കപ്പെടാത്തത്, സ്വർഗം നിഷിദ്ധമാക്കപ്പെടുന്നത്, നരകം നിർബന്ധമാക്കപ്പെടുന്നത്, മുഴുവൻ കർമ്മങ്ങളും പാഴായി പോകാൻ നിമിത്തമായത് എന്നിങ്ങനെ വിശുദ്ധ ഖുർആൻ ബഹുദൈവാരാധനയുടെയും അതിൽ ഉൾപ്പെടുന്ന മുഴുവൻ സംഗതികളുടെയും അപകടത്തെ സംബന്ധിച്ച് കൃത്യമായി വരച്ചു കാണിക്കുന്നുണ്ട്. അതേസമയം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അളവറ്റ അനുഗ്രഹങ്ങൾ നൽകി. ഈ അനുഗ്രഹങ്ങൾ നിമിത്തം അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ പ്രയോജനപ്പെടുത്തി ഭദ്രമായി ജീവിതം നയിക്കാൻ നമുക്ക് ഏർപ്പാടുകൾ ഉണ്ടാക്കി. ഇവിടെ എനിക്ക് പ്രത്യേകമായി സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം,